സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിലെയും കുട്ടനാട് താലൂക്കിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നിലമ്പൂരിൽ ഇന്ന് നിർണായക തീരുമാനങ്ങളുടെ ദിനം. UDF ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ PV അൻവർ. തൃണമൂൽ സംസ്ഥാന കമ്മിറ്റി രാവിലെ ചേരും. അൻവറിൽ തീരുമാനമെടുക്കാൻ UDF യോഗവും ഇന്ന്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ CPIM സെക്രട്ടേറിയറ്റും LDF യോഗവും ഇന്ന്. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചകൾ അന്വേഷിക്കാൻ ദേശീയപാത അതോറിറ്റി ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ കേരളത്തിൽ. സംഘം 3 ദിവസം കേരളത്തിൽ തുടരും. പാത തകർന്ന വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ജമ്മു കാശ്മീർ സന്ദർശനം തുടരുന്നു. പൊതുസുരക്ഷ അവലോകനം ചെയ്യാൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. പാക് ഷെല്ലാക്രമണത്തിൽ തകർന്നവരുടെ വീടുകൾ സന്ദർശിക്കും. INS വിക്രാന്തിലെ നാവികരുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ കൂടിക്കാഴ്ചയും ഇന്ന്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. ഇറക്കുമതി തീരുവ നടപടികൾ വിലക്കിയ US ഫെഡറൽ കോടതി ഉത്തരവിന് താൽക്കാലിക സ്റ്റേ. ഫെഡറൽ വ്യാപാര കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തത് അപ്പീൽ കോടതി. കേസ് ജൂൺ 9 വീണ്ടും പരിഗണിക്കും. IPL കിരീടത്തിലേക്കടുത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ 8 വിക്കറ്റിന് തകർത്ത് RCB ഫൈനലിൽ. എലിമിനേറ്ററിൽ മുംബൈയും ഗുജറാത്തും ഇന്ന് നേർക്കുനേർ.